ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെപ്പോലെ. ഇഹ ഡിസൈൻസ്, വൈറ്റില, കൊച്ചി. കുടിവെള്ളക്ഷാമവും മലിനജലവും കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പശ്ചിമ കൊച്ചിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പ് ചെയ്തത് മലിനജലമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ സമയപരിധി കൂട്ടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ ശാശ്വതമായ പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. പശ്ചിമ കൊച്ചിയിൽ പലയിടങ്ങളിലും മലിനജലമാണ് വരുന്നത്. മലിനജലം വരുന്നത് തടയുന്നതിന് വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2ാം ഡിവിഷൻ അതുപോലെ തന്നെ മിക്ക പ്രദേശങ്ങളിലും മാലിന്യം കലർന്ന വെള്ളമാണ് കൊച്ചിക്കാർക്ക് കിട്ടിയത്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരും ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധവുമായിട്ട് മുമ്പിലെത്തിയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ഒരു നിവേദനവും അതിന് പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. സാറ് 2 ദിവസത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം കാണാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഒരു ആക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമരവും നമ്മൾ സമരമുറ സംഘടിപ്പിക്കും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. സാംക്രമിക രോഗങ്ങളും മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഖാദർ ജബ്ബാർ, TM റിഫാസ്, PF ജോർജ്, സോളി ജോസഫ് മാങ്ങാട്ട, ബ്ലോക്ക് ഭാരവാഹികളായ നാസർ, K അബൂട്ടി, രമേശ്, മുഹമ്മദ് ജറീസ്, ഇബ്രാഹിം കുട്ടി, അൻസാരി കളരിക്കൽ, PK മുജീബ് റഹ്മാൻ, ഖലീൽ, ഷാഹി, സുബൈർ, P അഷ്കർ എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രത്യേകിച്ച് 2ാം ഡിവിഷനിലാണ് കൂടുതൽ മലിനജലം കയറുന്ന പരാതി കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത്. പിന്നെ അവിടെ ഡയറക്റ്റ് എല്ലാവരുടെയും മോട്ടർ അടി ഉണ്ട്, ലൈനിൽ നിന്ന് ഡയറക്റ്റ് തന്നെ മോട്ടർ അടിച്ചാണ് എടുക്കുന്നത് വെള്ളം. പിന്നെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ള സമയത്തും ഇവിടെ പമ്പിങ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ടുമാണ്. എന്നിട്ട് അവർ രാത്രി കാലങ്ങളിലൊക്കെ ഡയറക്റ്റ് ലൈനിൽ നിന്ന് മോട്ടർ അടിച്ച് തന്നെ എടുക്കണ പ്രവണതകൾ കാണണം ആ ഏരിയയിലൊക്കെ. പിന്നെ കൊച്ചങ്ങാടി ഭാഗത്ത് വളരെ നാളായിട്ട് പൈപ്പ് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു അമൃത് പദ്ധതി വഴി ഒരു ഇൻ്റർ കണക്ഷൻ വർക്ക് ഡയറക്റ്റ് മൗലാന ആസാദ് റോഡിൽ നിന്ന് 300 പൈപ്പിൽ നിന്ന് ഒരു ഇൻ്റർ കണക്ഷൻ വർക്ക് നടന്നാൽ ആ ഏരിയയിലേക്ക് നല്ല രീതിയിൽ വെള്ളമെത്തും. അത് അടുത്ത് തന്നെ നടക്കും. മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ വർക്ക് പൂർത്തീകരിക്കും. അപ്പോൾ അവിടുത്തെ ചിത്തുപറമ്പ് കൊച്ചങ്ങാടി ആ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പിന്നെ മലിനജലം കയറുന്ന 2ാം ഡിവിഷനിൽ അത് മിക്കതും പിന്നെ CSML അവിടെ പാലം പണിത ടൈമിലാണ് കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത്. അത് പിന്നെ CSML വർക്ക് കാരണം കുറേ ഏരിയയിൽ ഇപ്പോൾ വാസ്പിൻ വാളിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ കൂടുതൽ ഏരിയയിൽ ഓറഞ്ച് കളറിലെ വെള്ളമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഒരു 3 മീറ്റർ ലെങ്ത്ത് അവർ കാനയുടെ അവിടെ പൈപ്പ് ഉണ്ടായിരുന്നില്ല. അവർ CSML വർക്ക് നടന്നപ്പോൾ അവർ ഞങ്ങളെ പോലെ അറിയിച്ചിട്ടില്ല. എന്താ പൈപ്പ് പൊട്ടിയ കാര്യമൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പോയി നോക്കിയപ്പോഴാണ് അത് അറിഞ്ഞത്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഈ പൊളിച്ചിട്ടേക്കണതല്ലേ വെള്ളത്തിന് ഒരു കണക്ഷൻ എടുത്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരു പല സ്ഥലത്തും പൊളിച്ചിട്ടിട്ടുണ്ട്. അത് ആക്സിഡൻറ്റിലും പല അപകടങ്ങളിലും ഇടവരുത്താൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങൾ. അപ്പോൾ അത് പൂർത്തീകരിക്കണം വളരെ പെട്ടെന്ന്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.